നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൈറ്റ് അല്ല മനുഷ്യൻ്റെ യഥാർത്ഥ കളറ്, ഡാർക്കാണ് എന്നുള്ളതാണ്. 31 ലക്ഷം വർഷം പഴക്കമുള്ള, അതായത് ഹോമോസാപ്പിയൻസിന് മുമ്പുള്ള ഒരു ഫോസിലാണിത്. ഈ കളർ ചേഞ്ച് ഉണ്ടാകുന്നത് ശരിക്കും 70,000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അതായത് ഇവിടുന്ന് ആഫ്രിക്കയിൽ നിന്ന് ആളുകൾ കുടിയേറാൻ തുടങ്ങിയോടുകൂടി ധാരാളം റഷ്യൻ ടൂറിസ്റ്റുകളെ നമുക്ക് എത്യോപ്യയിലുടനീളം കാണാൻ പറ്റുന്നുണ്ട്. എത്യോപ്യയുടെ തലസ്ഥാനമായ അഡിസ് അബാബയിൽ എത്തിയിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ നിറം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയരുടെ നിറത്തോട് ഏതാണ്ട് സാമ്യമുള്ളതാണ്. പലരും തന്നെ ആ നിറമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളും അവരും തന്നെ, അതായത് എത്യോപ്യയും കേരളവും തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നമ്മുടെ കിടപ്പ്, കേരളത്തിൻ്റെയും അതുപോലെ തന്നെ എത്യോപ്യയുടെയും കിടപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേ ഭാഗത്താണ്. ഭൂമധ്യരേഖയുടെ ഏതാണ്ട് അടുത്താണ് ഈ രണ്ട് പ്രദേശങ്ങളും ഉള്ളത്. അതുകൊണ്ടാണ് അവരുടെയും നമ്മുടെയും നിറം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഒറിജിനലി, അതായത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കളർ എന്ന് പറഞ്ഞാൽ, ആധുനിക മനുഷ്യൻ്റെ കളർ എന്ന് പറയുന്നത് അത് ഇരുണ്ട നിറമാണ്. അതായത് ആധുനിക മനുഷ്യനുണ്ടായത്, ഹോമോസോപ്പിയൻസ് ഉണ്ടായതെന്ന് പറയുന്നത് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. അന്നുണ്ടായിരുന്ന മനുഷ്യർ ആഫ്രിക്കയിലുള്ളവരാണ്. ആ ആഫ്രിക്കയിലുള്ള മനുഷ്യരുടെ നിറം എന്ന് പറയുന്നത് ഇരുണ്ട നിറമാണ്. അപ്പോൾ ഒറിജിനലി മനുഷ്യരുടെ കളർ എന്ന് പറയുന്നത് അത് ഇരുണ്ടതാണ്, നിറം എന്താണ്, കറുപ്പാണ്. പക്ഷേ മനുഷ്യർ പിന്നെ, അതായത് ആഫ്രിക്കയിൽ നിന്ന് ആധുനിക മനുഷ്യർ മറ്റു പല സ്ഥലങ്ങളിലേക്കും, അതായത് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ നമ്മുടെ സ്കിന്നിൻ്റെ, അതായത് നമ്മുടെ തൊലിയുടെ കളർ മാറുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആഫ്രിക്കയിൽ നിന്ന് ആളുകൾ ആദ്യമായി മാറിപ്പോയത് വെസ്റ്റ് ഏഷ്യയിലേക്കാണ്. എന്നിട്ട് പിന്നെയാണ് യൂറോപ്പിലേക്കൊക്കെ പോകുന്നത്. ഏറ്റവും അവസാനം എത്തുന്നത് അമേരിക്കയിലേക്കാണ്. ഈ കളർ ചേഞ്ച് ഉണ്ടാകുന്നത് ശരിക്കും 70,000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അതായത് ഇവിടുന്ന് ആഫ്രിക്കയിൽ നിന്ന് ആളുകൾ കുടിയേറാൻ തുടങ്ങിയോടുകൂടി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, ഇങ്ങനെ കുടിയേറുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ഭൂമധ്യ രേഖയുടെ അടുത്താണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ഉള്ളത്. അപ്പോൾ ഈ ഭൂമധ്യ രേഖയിൽ നിന്ന് എത്ര അകന്നു പോകുന്നു അതിനനുസരിച്ച് കളറിൽ വ്യത്യാസമുണ്ട്. ആഫ്രിക്കൻസിൽ തന്നെ കളറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ നോർവേ അങ്ങനെയൊക്കെ പോകുമ്പോൾ സ്കിന്ന് വളരെ ഡാർക്ക് അല്ലാതായി വെളുത്തതായി മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ ഡാർക്ക് സ്കിൻ എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിനെതിരെ ഉള്ളൊരു പ്രതിരോധമാണ്. മെലാനിൻ കൂടുതൽ ഉള്ളതുകൊണ്ട് സൂര്യപ്രകാശം കൊണ്ടുള്ള, അല്ലെങ്കിൽ UV കൊണ്ടുള്ള, അൾട്രാവയലറ്റ് കൊണ്ടുള്ള ആഘാതം കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒറിജിനലായിട്ട്, അതായത് ആധുനിക മനുഷ്യന് ഡാർക്ക് സ്കിൻ ഉണ്ടായത്. അതേ സമയത്ത് ഈ ഭൂമധ്യരേഖയുടെ മേലേക്ക് പോകും തോറും ആ സ്കിന്നിൻ്റെ ഡാർക്ക്നെസ് കുറഞ്ഞു വരികയാണ്. അതായത് കറുപ്പ് എന്നുള്ളത് കുറഞ്ഞു വരികയാണ്. കാരണം അവിടെ സൂര്യപ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ അൾട്രാവയലറ്റിൻ്റെ തോതെന്ന് പറഞ്ഞ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത്രയും മെലാനിൻ ശരീരത്തിന് ആവശ്യമില്ല. അങ്ങനെ മെലാനിൻ കൂടുതലുണ്ടെങ്കിൽ, ഇപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ, നോർവേ പോലുള്ള പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡാർക്കാണെങ്കിൽ ഒരിക്കലും തന്നെ ശരീരത്തിന് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ല. വിറ്റാമിൻ ഡി പ്രകൃതിപരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ല എങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലിന് ക്ഷയം ഉണ്ടാവും, പല രോഗങ്ങളും വരും. അപ്പോൾ അതിന് പ്രകൃതിപരമായി അങ്ങനെ സ്കിന്ന് മാറിയതാണ്, പരിണാമപരമായി അങ്ങനെ മാറിയതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൈറ്റ് അല്ല മനുഷ്യൻ്റെ യഥാർത്ഥ കളറ്, ഡാർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഒരു ഫോസിലിരിക്കുന്ന ഒരു മ്യൂസിയമാണിത്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഇതെല്ലാം പറയണം തോന്നിയത്. ഇനി നമ്മൾ ഫോസിൽ കാണാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ്. അത് പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. പ്രത്യേകിച്ച് മനുഷ്യവംശവുമായി ബന്ധപ്പെട്ട പഠനത്തിൽ ഈ ഫോസിലിന് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. മനുഷ്യൻ്റെ ഉത്ഭവം ഞാൻ പറഞ്ഞില്ല, ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് 3 ലക്ഷം വർഷം മുമ്പാണ്. അപ്പോൾ അതിനും മുമ്പുള്ള ഒരു ഫോസിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ദ നാഷണൽ മ്യൂസിയം ഓഫ് എത്യോപ്യ. 50 റൈറ്റ്? 50 50 ബിറാണ് ഇവിടത്തേക്കുള്ള ചാർജ്. മ്യൂസിയത്തിലേക്ക് വരാനുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ എമൗണ്ടാണിത്, 50 ബിർ എന്ന് പറയുന്നത്. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 30 രൂപയാണ് ടിക്കറ്റിന്. പക്ഷേ ഈ മ്യൂസിയത്തിൽ മാത്രമേ ഇങ്ങനെ കുറവുള്ളൂ. ബാക്കി മിക്ക മ്യൂസിയങ്ങളിലും തന്നെ ഇവിടെ 900 രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ്. താങ്ക് യു. ആധുനിക മനുഷ്യനോട് സാമ്യമുള്ള ചില സ്പീഷ്യസിൻ്റെ ഫോസിലുകൾ അതിനും മുമ്പുള്ള, അതായത് 3 ലക്ഷം വർഷമാണ് ഹോമോസെപ്പിയൻസ് ഉണ്ടായത്. അതിനും മുമ്പുള്ള ഒരുപാട് ഫോസിലുകൾ ആഫ്രിക്കയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോസിലാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടുത്തെ മ്യൂസിയത്തിലിരിക്കുന്നത്. അതിന് 30 ലക്ഷം വർഷത്തിലധികം പഴക്കമുണ്ട്. ആ ഫോസിൽസ് എന്ന് പറഞ്ഞാൽ ആ വംശത്തിന് പഴക്കമുണ്ട്. അതൊക്കെ തന്നെ ഭൂമിയിൽ നിന്ന്
വംശനാശം സംഭവിച്ചു പോയ സ്പീഷ്യസാണ്. പക്ഷേ ഈ പഠനത്തിന് ഫോസിലുകളെക്കുറിച്ചുള്ള പഠനത്തിൽ അതുപോലെ മനുഷ്യവംശത്തെക്കുറിച്ചുള്ള പഠനത്തിലൊക്കെ തന്നെ പ്രധാനമായും സഹായിച്ച ഒരു ഫോസിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ പേര് ലൂസി എന്നാണ്. ഓക്കെ, ഇതിന് ലൂസി എന്ന് ലൂസി എന്ന് വിളിക്കാനൊരു കാരണമുണ്ട്, അത് പറയാം. പക്ഷേ ഈ ഫോസിൽ എന്ന് പറയുന്നത് ഇങ്ങനെ പൂർണ്ണ രൂപത്തിലുള്ളൊരു ഫോസിൽ എന്ന നിലയിലാണ് ലൂസി ഫേമസ് ആയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തന്നെ അതിൽ പിന്നീട് അതിൻ്റെ രൂപം കിട്ടുന്നതിന് വേണ്ടി വെച്ചതാണ്. നമുക്കതിൻ്റെ നിറവ്യത്യാസത്തിൽ തന്നെ മനസ്സിലാക്കാം അതിലേതാണ് ഒറിജിനൽ എന്നുള്ളത്. ഇതിൻ്റെ ഒരു 40% ഇവിടെ നിന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഫോസിൽ കണ്ടെത്തിയ ടീം അവരുടെ ക്യാമ്പിൽ പാർട്ടി നടത്തിയപ്പോൾ ടേപ്പ് റെക്കോർഡിൽ മുഴങ്ങിയ പാട്ടായിരുന്നു ലൂസി ഇൻ ദ സ്കൈ വിത്ത് ഡയമണ്ട് എന്നത്. ഈ പാട്ടിൽ നിന്നാണ് ലൂസി എന്ന പേര് ഫോസിലിന് നൽകാൻ ടീമിലെ ഒരംഗം നിർദ്ദേശിച്ചത്. അതുപോലെ ഇതിൻ്റെ ഒരു കാലയളവൊക്കെ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആധുനിക മനുഷ്യനോട് സാമീപ്യമുള്ള വംശത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 70 ലക്ഷമാണ്. അതുപോലെ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള ഈ ലൂസി എന്ന് പറയുന്ന അത് ശരിക്ക് വേറൊരു വംശമാണ്. അതിൻ്റെ വർഷമാണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത് 3.8 മില്യൺ, അതായത് 30 ലക്ഷത്തിലധികം വർഷം. 31.8 ലക്ഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോസിലുകളുടെ പ്രായം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളിലൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ തക്കാളിയെ ഉപമിച്ചിട്ടാണ് അവരിത് വിവരിക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി നമ്മൾ പറിക്കുമ്പോൾ അതിന് ഗ്രീൻ കളറാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 1ാമത്തെ ദിവസം എത്രയാണോ പറിച്ചത് അതിൻ്റെ പകുതി പഴുക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ട അതിൻ്റെ പകുതി 4 എണ്ണം പഴുത്തു. അതിൻ്റെ 2ാമത്തെ ദിവസം ഇപ്പോൾ എത്രയുള്ള അതിൻ്റെ വീണ്ടും പകുതി പഴുക്കുന്നു. അങ്ങനെ 2, 4, 6 എണ്ണം പഴുത്തു. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഇതിൻ്റെ വീണ്ടും പകുതി പഴുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കതിൽ ദിവസം കണക്കാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തഡോളജി ആണ് റേഡിയോ ക്രോണോളജിക്ക് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. എന്നിട്ട് ഇവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു 3 ചുവന്ന തക്കാളിയും അതുപോലെ തന്നെ ഒരു പച്ചത്തക്കാളിയും തന്നു. അപ്പോൾ നിങ്ങൾക്കത് എത്ര ദിവസം കൊണ്ടാണ് എത്ര ദിവസം മുമ്പാണ് ഈ തക്കാളി പറിച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇത് ആ പകുതി എന്നുള്ള ആ രൂപത്തിൽ നമ്മൾ കണക്കാക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 3 തക്കാളി പഴുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ 1 പഴുക്കാത്തതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് 2 ദിവസം മുമ്പ് പറിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരെ അവരോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് ഈ റേഡിയോ ക്രോണോളജി കണക്കാക്കുന്നത്. അങ്ങനെ നമുക്ക് ഫോസിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഫോസിലിൻ്റെ പ്രായം കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഫോസിലുകളെ പ്രായം കണ്ടെത്തുന്നത് വളരെ ശാസ്ത്രീയപരമായിട്ടാണ്. അങ്ങനെയാണ് ഈ 31.8 ലക്ഷം ഈ ലൂസി സ്കെൽറ്റന് പ്രായമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ചെറിയ മ്യൂസിയം ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മ്യൂസിയമാണ് അഡിസ് അബാബയിലെ ഈ മ്യൂസിയം. അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു മ്യൂസിയമാണിത്. ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ധാരാളം ഫോസിലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ലൂസിയേക്കാൾ പഴക്കമുള്ള ഫോസിലാണത്. ഇതൊരു ചൈൽഡ് ഫോസിലാണ്. ലൂസിയേക്കാൾ 1.5 ലക്ഷം വർഷം പഴക്കമുണ്ട്. അപ്പോൾ അതിനേക്കാൾ പഴക്കമുള്ളതാണിത്. ഇവിടെ ഏറ്റവും പഴക്കമുള്ള ഫോസിൽ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ അത് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എക്സിബിഷൻ ആവശ്യത്തിനായിട്ട്. ഇതിന് ശരിക്കും 45 ലക്ഷം വർഷത്തോളം പഴക്കമുള്ളതാണ്. മറ്റതിനേക്കാൾ, അതായത് നമ്മളിപ്പോൾ കണ്ട ലൂസിയേക്കാളും സലാമിനേക്കാളൊക്കെ തന്നെ പഴക്കമുള്ളതാണത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്. ധാരാളം റഷ്യൻ ടൂറിസ്റ്റുകളെ നമുക്ക് എത്യോപ്യയിലുടനീളം കാണാൻ പറ്റുന്നുണ്ട്. യുക്രൈനുമായിട്ടുള്ള യുദ്ധം കാരണം യൂറോപ്പിലേക്കുള്ള പ്രവേശനം അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടുകൂടി ആയിരിക്കണം ആഫ്രിക്കയിലേക്ക് ധാരാളം റഷ്യൻ ടൂറിസ്റ്റുകൾ വരുന്നതെന്നാണ് വിചാരിക്കുന്നത്.